പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം 2 തിമോത്തി 3:16 ദൈവത്തിൻ്റെ വചനം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായി പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പല കാര്യങ്ങളെയും പഠിപ്പിച്ചു തരുന്നതിനുള്ളതാണ്. തെറ്റുകളുണ്ടെങ്കിൽ അത് ശാസിക്കുന്നതിനാണ്. നമ്മളെ ശാസിച്ച് ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാനായിട്ട്, നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവിക നീതിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഈ ദൈവവചനം. അതുവഴി എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. മനുഷ്യജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ ഇത്രയധികം സ്വാധീനിച്ച ഒരു കൃതി വേറെ ഉണ്ടാവില്ല. അതുപോലെ ഏറ്റവും ആദ്യം പ്രിൻ്റ് ചെയ്തതും ഏറ്റവും അധികം വിവിധ ഭാഷകളിലേക്ക് പരിഭാഷണം ചെയ്യപ്പെട്ട ഗ്രന്ഥവും വേറെ ഉണ്ടാകില്ല. കത്തോലിക്ക സഭ ബൈബിളിനെ ദൈവത്തിൻ്റെ വചനമായി കാണുന്നു. നാം ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിൾ വായിക്കുന്നവരെയും ബൈബിൾ വായിക്കുന്നത് കേൾക്കുന്നവരെയും മാറ്റിമറിക്കാൻ തക്ക വിധത്തിലുള്ള ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. കാരണം വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം തന്നെയായ വചനം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റി മറിക്കും. എബ്രായർ 4:12 ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ച് കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാണ്. ഇത്രയും ശക്തിയേറിയ വചനം നാം എത്ര പ്രാവശ്യം കേട്ടിട്ടും നമുക്കൊരു മാറ്റവും നമുക്കൊരു നവീകരണവും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തയും വിദ്വേഷവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുമെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ബൈബിൾ കേട്ടാൽ ബൈബിളിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് മനസ്സിൽ തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ വചനം നാം കേട്ടിട്ട് വലിയ പ്രയോജനമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമാക്കി അഹങ്കാരം മാറ്റി എളിമയുടെ തലത്തിലേക്ക് വരുമ്പോഴാണ് ദൈവം തന്നെയായ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്ന് നമ്മെ നവീകരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ജീവിത രീതിയിലും മനോഭാവങ്ങളിലും മാറ്റം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. എത്ര കഠിന ഹൃദയങ്ങളെയും നിർമ്മലമാക്കുകയും മാംസളമാക്കുകയും ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. നാം അനുസരിക്കുമ്പോഴാണ് നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മുടെ തെറ്റുകൾ തിരുത്തി ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, നവീകരണം വരുത്താൻ നമുക്ക് സാധിക്കും. അതുവഴി നമ്മുടെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.